അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ച് ശ്രീമൂലം യൂണിയൻ ക്ലബ്ബ് സെക്രട്ടറി ജോസ് വർക്കി കാക്കനാട്ട് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ശ്രീമൂലം യൂണിയൻ ക്ലബ്ബിൽ രാജ്യത്തിന്റെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് തോമസ് പാറയ്ക്കൽ പതാക ഉയർത്തി. ഈ റിപ്പബ്ലിക് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നപ്പോൾ ജീവൻ ത്യജിച്ച ഒത്തിരി നേതാക്കളെ നമ്മൾ ഈ അവസരത്തിൽ വിസ്മരിച്ചു പോകാറുണ്ട്. നമ്മൾ 1-2 നേതാക്കന്മാരുടെ പേരുകൾ മാത്രമാണ് നമ്മളുടെ മനസ്സിലേക്ക് ഓടിയെത്തുക. ഇത്രയും നാളും 75 വർഷവും ഇന്ത്യ എന്ന മഹാരാജ്യം 100 കണക്കിന് ഭാഷകൾ, വൈവിധ്യമാർന്ന വേഷ സംവിധാനങ്ങൾ, മത ആചാരങ്ങൾ, ഭക്ഷണ ഘടനകൾ എല്ലാത്തിനും ഉള്ള ഒരു സ്വാതന്ത്ര്യമാണ് നമ്മളുടെ ഇന്ത്യ എന്ന രാജ്യത്ത്, സെക്യുലർ ആയിട്ടുള്ള രാജ്യത്തുള്ളത്. നമ്മൾക്കറിയാം, നമ്മളുടെ അയൽ രാഷ്ട്രങ്ങളിലേക്കൊക്കെ ചെന്നാൽ പല വിധത്തിലുള്ള വിഭവങ്ങൾ നമുക്ക് ലഭിക്കാതെ വരുന്നു. പലതരത്തിലുള്ള സ്വന്തമായിട്ട് നമുക്ക് ഉള്ള മതാചാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് അതിനുള്ള അനുവാദമില്ലാതെ വരുന്നു. അപ്പോ ഇത് നമ്മളുടെ ഇന്ത്യ എന്ന രാജ്യത്ത് ഇതിനെല്ലാമുള്ള സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നത് നമ്മളുടെ മൺമറിഞ്ഞു പോയ നേതാക്കന്മാരാണ്. അവരെല്ലാം ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. സെക്രട്ടറി ജോസ് വർക്കി കാക്കനാട്ട് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. വനിതാ ഫോറം അധ്യക്ഷ വിനീത ഗണേഷ്, ഷെറിമോൻ ചാലക്കര, ജോർജ് ജേത്തോട്ടം, ജോർജ് വെട്ടിക്കുഴി, ലാൽ തോമസ്, ഡോക്ടർ സെബാസ്റ്റ്യൻ, സാം കാസിം, ക്ലബ്ബ് അംഗങ്ങൾ, വനിതാ ഫോറം അംഗങ്ങൾ, ക്ലബ്ബ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282.